മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിലെ സച്ചിയുടെ രവതിയുടെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരത്ത് കൊടുത്ത ഗിഫ്റ്റൊക്കെ സച്ചി സ്വീകരിച്ചു. ശരത്തിന് കേക്ക് എടുത്തു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ശരത്ത് വിചാരിച്ച പോലെ ആ ഫംഗ്ഷൻ കൊളാക്കാൻ പറ്റിയില്ല. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ കഴിഞ്ഞവർ ഇറങ്ങുകയാണ്. അപ്പോൾ ശരത്തും അമ്മയും ദേവും കൂടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് സച്ചി ശരത്ത് ആദ്യം വന്നപ്പോൾ സച്ചി ശരത്തിനോട് നീ നന്നായി പഠിക്കണില്ലേ എന്നൊക്കെ ചോദിക്കണം. ദേവുവിൻ്റെ ലക്ഷ്മിയുടെ മുമ്പിൽ വെച്ചിട്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നത് ദേവനോട് അവർ സംസാരിക്കട്ടെ, നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് അവർ നടക്കുന്ന ആ സമയത്ത് സച്ചി വന്നിട്ട് ശരത്തിനോട് പറയണു, ഈ ഫംഗ്ഷൻ കൊളാക്കണം എന്നാണ് നിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി. നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല നീ ആ ഗിഫ്റ്റ് എനിക്ക് കൊടുക്കുന്നതെന്ന് എനിക്കറിയാം. ഈ ഫംഗ്ഷൻ കൊളാക്കണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശമായിരുന്നു നിനക്കെന്നറിയാം. പക്ഷേ നിൻ്റെ ഉദ്ദേശം നടക്കില്ല. കാരണം ഞാൻ എൻ്റെ രേവതിയെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് അവളെ അത്ര ഇഷ്ടമാണ്. നിനക്ക് നിൻ്റെ ചേച്ചിയോട്ടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല നീ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശരത്തെ. പക്ഷേ നിൻ്റെ ഉദ്ദേശം നടക്കില്ല. കാരണം അവളെന്നെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. എനിക്ക് അവൾ അത്രയും ജീവനാണെന്നൊക്കെ പറയുമ്പോൾ ശരത്ത് മുഖം താഴ്ത്തി നിൽക്കണം. അപ്പോൾ ശരത്ത് എന്നോട് പറയാണ്, സച്ചിൻ നീ ആൻ്റണിയുടെ കൂട്ടുകെട്ടിൽ നിന്ന് നീ ഇനിയും പഠിക്കാൻ പോകുന്നുള്ളൂ. ആ കൂട്ടുകെട്ടിൽ നിന്ന് നന്നായി നല്ലവനായിട്ട് ജീവിച്ചാൽ നിന്നെ ഞാൻ അംഗീകരിക്കും. ഇതുപോലെ നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ശരത്തിനെ കെട്ടിപ്പിടിക്കാനാണ് പറയുമ്പോൾ. എന്നിട്ട് പറയുന്നത് നീ നന്നായിട്ട് വന്ന് സ്വന്തം അധ്വാനം കൊണ്ട് വരുമാനം കൊണ്ട് അധ്വാനിച്ചിട്ട് നീ സമ്മാനം കൊണ്ട് വരുമ്പോൾ അന്തസ്സായിട്ട് ഞാൻ നിന്നെ അംഗീകരിക്കും എന്നൊക്കെ പറയണം സച്ചി. അങ്ങനെ ശരത്ത് പോവുകയാണ്, ചമ്മിയിട്ട് പോവാണ്. ഫംഗ്ഷൻ കൊള്ളായില്ലല്ലോ എന്ന് വെച്ചിട്ട് ചമ്മിയിട്ട് പോവാണ്. പിന്നെ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ഉള്ളിലിരുന്ന് ശ്രുതി അടുക്കളയിൽ വെള്ളം ചൂടാക്കുമ്പോൾ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ചന്ദ്രമതിയോട് പറയുകയാണ്, ആൻറ്റിക്ക് വെള്ളം വേണോ ചോദിക്കണം. അപ്പം എനിക്ക് വേണ്ട. എന്താ ആൻറ്റിയുടെ മുഖം അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് കേമായിട്ട് ഫംഗ്ഷൻ നടന്നത്. എന്നും ലക്ഷ്മി ഇവിടെ വന്നാൽ കരയിപ്പിച്ചിട്ടേ ഞാൻ വിടാറുള്ളൂ. ഇന്ന് അവൾ ഹാപ്പി ആയിട്ടാണ് പോയത്. എനിക്കിതൊന്നും സഹിക്കണില്ല. എൻ്റെ രണ്ട് മരുമക്കളും നല്ല ഉദ്യോഗത്തിലുള്ളവരാ. ഒരാളുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, പക്ഷെ നിൻ്റെ ആരും വന്നില്ലല്ലോ ശ്രുതി. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വേണ്ടെന്നൊക്കെ പറയണം. അപ്പം ശ്രുതി പറയാം, ആൻറ്റിക്ക് അവസ്ഥ അറിയണ്ടല്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പം ശരിയാണ്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ വന്നേനല്ലേ, എന്താ ചെയ്യാൻ, മരിച്ചു പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ശ്രുതിക്ക് വിഷമം. ശ്രുതി അപ്പം തന്നെ ശ്രുതിയുടെ അമ്മയെ വിളിക്കണം. അപ്പോൾ എന്താ കല്യാണി ചോദിക്കുമ്പോൾ പറയണം, ഒന്നുമില്ല അമ്മ, എനിക്കൊന്ന് വിളിക്കാൻ തോന്നിയിട്ട് വിളിച്ചതാണ്. ഞാൻ അടുത്ത ആഴ്ച അമ്മയെ കാണാൻ വരുന്നുണ്ട്. അമ്മയ്ക്ക് സുഖമില്ലേക്കാണ്. ആ സുഖമാണ്. ആദ്യം ചോദിച്ചു. ആദ്യക്ക് കുഴപ്പമൊന്നുമില്ല പറയണം. അപ്പം ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. രാത്രിയായി. അച്ഛമ്മ ദൃഷ്ടിദോഷം ഒഴിയാൻ വേണ്ടി സച്ചിനെ രവതിനെ വിളിക്കുമ്പോൾ ചന്ദ്ര പറയാണ്, അവർക്ക് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും ശ്രുതിക്കും ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ ദൃഷ്ടിദോഷം ഉണ്ട് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു വരുത്താണ്. അപ്പോൾ ഫംഗ്ഷൻ ഇവരുടെ എല്ലാം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഇവരേനെ പാര് കണ്ണു വയ്ക്കാനാ, മറ്റവരൊക്കെ വലിയ ഉദ്യോഗങ്ങളിലും ഇതിലൊക്കെ പോണവരല്ല, അവർക്കാണ് ദൃഷ്ടിദോഷം പറയുമ്പോൾ എന്താ അവള് ജോലി ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ ചന്ദ്രമതിനെ ശകാരിക്കുകയാണ്. അപ്പോൾ അല്ല സാരമില്ല, ഇനിയിപ്പോൾ എല്ലാവരും ഒഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ദൃഷ്ടിദോഷത്തിന് കണ്ണേറിന് ചന്ദ്രമതിനെയും രവീന്ദ്രനെയും ശ്രുതിനെയും സുധീനെയും ശ്രീകാന്തിനെയും വർഷേനെയും സച്ചിനെയും രവതിനെയും ഒഴിഞ്ഞ ദൃഷ്ടിദോഷം കളയാൻ വേണ്ടി ഒഴിഞ്ഞു കളയണം. അത് കഴിഞ്ഞിട്ട് രാത്രി സച്ചി രവതിയും ടെറസിൻ്റെ മുകളിലേക്ക് കിടക്കാൻ പോകുമ്പോൾ അച്ഛമ്മ പറയുന്നത്, നിങ്ങളിന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്, നിങ്ങളിന്ന് റൂമിൽ കിടന്നാൽ മതി പറയുമ്പോൾ സുധിയുടെ റൂം ഒഴിവാക്കി കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചു. സുധി പറഞ്ഞു, ശ്രുതി വേഗം വന്ന് നിനക്ക് നാളെ നേരത്തെ കൊണ്ടു വെച്ചിട്ട് അവർ എസ്കേപ്പ് അടിച്ചു പോകണം. അപ്പോൾ ശ്രീകാന്ത് വർഷയും പറയണു, സച്ചിയേട്ടാ നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ കിടന്ന് ഞങ്ങൾ ടെറസിൽ കിടന്നോളാം പറയാം. അപ്പോൾ സച്ചി പറയും, വേണ്ട, ഞങ്ങൾ ടെറസിൽ ആ വിശാലമായ ആകാശം നോക്കി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നും ഇത് മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണെന്ന് തോന്നുമ്പോൾ രേവതിനെ ചേർത്ത് പിടിക്കാനും സച്ചി ഞങ്ങളവിടെ കിടന്നോളാം എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയും, എങ്ങനെ അവരുടെയൊക്കെ റൂം ഒഴിവാക്കി കൊടുക്കുക, അവരൊക്കെ നല്ല ഉദ്യോഗത്തിന് പോകണവരല്ലേ. ശ്രുതിക്ക് രാവിലെ എണീറ്റിട്ട് ബ്യൂട്ടി പാർലറിൽ പോകണം, വർഷയ്ക്ക് ഡബ്ബിങ്ങിന് പോകണം, ഉറക്കം ശരിയായില്ലെങ്കിൽ ഇതാവും എന്നൊക്കെ പറയണം. അപ്പോൾ അച്ഛമ്മ പറയും, നിൻ്റെ മരുമോള് രേവതി എന്താ ജോലിക്ക് പോകണില്ല, ഇവിടുത്തെ പണികളൊക്കെ കണ്ടിട്ടല്ലേ അവളെ പൂവിക്കാൻ പോകണം, സച്ചി എന്താ ജോലിക്ക് പോകണില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതിൻ്റെ നാവടക്കാണ് അച്ഛമ്മ ഓരോന്ന് പറഞ്ഞിട്ട്. ആരും ഞങ്ങളെ പ്രതി വഴക്കൂടണം, ഞങ്ങൾ ടെറസിൽ കിടന്നുള്ള രേവതിയെ പറഞ്ഞിട്ട് സച്ചി രേവതിനെയും പിടിച്ച് ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്നു. പോകുന്ന സമയത്ത് വർഷയുടെ റൂമിലേക്ക് വിളിക്കുന്നത്, എന്താ ചോദിക്കുമ്പോൾ പറയും, ഇന്ന് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ അല്ലേ, ഞാൻ സ്പെഷ്യലായിട്ടൊരു സാധനം തരാം പറഞ്ഞിട്ട് വർഷം ശ്രീകാന്തും ടെൻറ്റ് അടിച്ചിട്ട് മുകളിൽ കിടന്നതിൻ്റെ ടെൻറ്റ് എടുത്ത് കൊടുക്കണം. ഇത് എന്തിനാ വർഷം വയ്ക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ അല്ലേ, ഇത്